ഇന്ന് ഞാനൊരു മിനി വ്ളോഗാട്ടോ കാണിച്ചു തരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം നിങ്ങളെയും കൂടി ആ ഒരു ജേണി കാണിക്കാം. രാവിലെ തന്നെ ഒരു ഭക്തി മയത്തിലായിരുന്നു അതാട്ടോ കുറിയൊക്കെ. സ്റ്റാൻഡിലേക്ക് നമ്മൾ അച്ഛൻ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, മിസ് അഞ്ജന. ഇതെന്റെ ഓൺ മമ്മി. എന്ന ബസ് കയറിയപ്പോൾ തന്നെ ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ മസാലക്കടലേ പച്ചക്കടലേ ഇഞ്ചി മിഠായി എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു കൊതി, കുറച്ച് മസാലക്കടലയും പച്ചക്കടലയൊക്കെ വാങ്ങി തിന്നാൻ. കാരണം ബസ്സിൽ നമുക്ക് കുറച്ച് ദൂരെ ഇരിക്കണം അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ. ഒന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഓരോന്നോരോന്ന് വിഴുങ്ങിയപ്പോഴത്തേനും അവിടെ എത്തി. ഈ ഒരു കവാടം ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ കുറെ ആൾക്ക് സ്ഥലം ഏതാന്ന് മനസ്സിലായിട്ടുണ്ടാവും. വേറെ എങ്ങോട്ടല്ല, നമ്മൾ ഗുരുവായൂരേക്കാട്ടോ വന്നത്. വന്നപ്പോൾ നമ്മൾ ബസ്സിലാണെങ്കിൽ അവിടെ വെച്ച് എനിക്ക് എൻ്റെ അച്ഛനെ കളഞ്ഞു കിട്ടിയായിരുന്നു. കാരണം അച്ഛൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു വേറെ ആൾക്കാരെ കൂടെ വന്നിട്ട്. നേരെ നമ്മൾ ക്ഷീണം മാറ്റാൻ നല്ലൊരു ഫിൽറ്റർ കോഫി കുടിക്കാൻ വേണ്ടി പോയിട്ടോ. അവിടെ വേറെ ഒരു സ്നാക്സ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ചൂടോടെ ഒരു ഉഴുന്നോടെയൊക്കെ കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്കതൊന്നും കിട്ടിയില്ല. അവിടെ ആകെ ഉണ്ടായിരുന്നു ഒരു അടയായിരുന്നു. അപ്പോൾ ഒന്ന് പോരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു അടയും ഒരു ഫിൽറ്റർ കോഫിയും കുടിച്ചു. ബസ്സിൽ നിന്ന് ആ തല തൊട്ട് ഈ തല വരെ വായ അടക്കി വെച്ചിട്ടില്ല കേട്ടോ. കൈ കിട്ടിയ സാധനങ്ങളൊന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം കൂടെ ഒരു മന്ദപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ കോഫിയും കൂടി അങ്ങ് കുടിച്ചു. സാധാരണ ഞാൻ ഗുരുവായൂരേക്ക് വരുന്ന സമയത്ത് റാൻഡംലി അങ്ങോട്ട് വരുന്നതാണ്. ഒരു ഇങ്ങനെ പോകണം എന്ന് തോന്നും, ഓക്കെ പോവാം എന്നുള്ളൊരു പ്ലാന്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഗുരുവായൂരേക്ക് ഒരു പ്രത്യേക, എന്നെ ആരും ഇങ്ങനെ വാ മോളെ എന്നെ കാണാം വാ മോളെ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തുന്ന പോലെ ഞാൻ വാശി പിടിച്ച് വന്നതാട്ടോ. എനിക്ക് അവിടെ എത്തുന്നവരെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഞാനൊരു ശനിയാഴ്ച ആവാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു എനിക്ക് ലീവ് കിട്ടാൻ. എല്ലാ പ്രാവശ്യം പോകുന്ന പോലെയല്ല, ഇപ്രാവശ്യം ഒന്ന് ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് മുണ്ടൊക്കെ എടുക്കുന്നത്, വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ എല്ലാവരും എന്നെ ആയിരിക്കും നോക്കാന്ന്. അപ്പം എല്ലാവരും കൂടി സെറ്റ് മുണ്ടൊക്കെ എടുത്തു. കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി ഞാൻ അവിടെ നല്ലൊരു രസമുള്ളൊരു പൂവൊക്കെ വാങ്ങിച്ചു വെച്ചു കേട്ടോ. എന്താ അറിയില്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഞാനല്ലാതാവും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഫസ്റ്റ് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഞാൻ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അധികം ആരെയും മൈൻഡ് ആക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇന്നർ പീസിലേക്ക് ഞാൻ പോകും. എനിക്ക് ഉള്ളിലൊക്കെ കയറി തൊഴുത് കുറേ സമയം അവിടെ ഇരുന്ന് ശീവേലിയൊക്കെ കൊണ്ട് തൊഴുത് അന്ന് ഭാഗ്യത്തിന് നമുക്ക് ചോറും കഴിക്കാൻ പറ്റി കേട്ടോ. പിന്നെ ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു കാപ്പിയും കൂടിയും കുടിച്ചു കഴിഞ്ഞാലാണ് എൻ്റെ ഗുരുവായൂർ ജേണി അവസാനിക്കുള്ളൂ. ഇതൊക്കെ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.